കതിരൂർ മനോജ് കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ വിദേശയാത്രയ്ക്ക് അനുമതി തേടി കേസിൽ 25-ാം പ്രതിയും CPM നേതാവുമായ P. ജയരാജൻ. ദുബായിലെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ജയരാജൻ എറണാകുളം CBI കോടതിയെ സമീപിച്ചത്. എന്നാൽ പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് കർശന ഉപാധികളോടെ 7 ദിവസത്തെ യാത്രാനുമതി മാത്രമാണ് കോടതി ജയരാജന് നൽകിയത്. കതിരൂർ മനോജ് വധക്കേസിൽ അടുത്ത മാസം വിചാരണ തുടങ്ങാനിരിക്കെയാണ് ദുബായിലെ മലയാളി അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിനായി വിദേശയാത്രാനുമതിക്കായി P. ജയരാജൻ കോടതിയെ സമീപിച്ചത്. എന്നാൽ നിലവിൽ പാർട്ടിയിൽ പ്രത്യേക സ്ഥാനങ്ങളോ ചുമതലകളോ ഇല്ലാത്ത ജയരാജൻ വിദേശത്തു പോയാൽ മടങ്ങിവരുമെന്ന് എന്താണുറപ്പെന്ന് CBI സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G. പടിക്കൽ കോടതിയിൽ വാദിച്ചു. കൂടാതെ വിദേശത്തു പോയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും കേസ് വിചാരണ തടസ്സപ്പെടുത്താനും നീക്കം നടത്തുമെന്നും പ്രോസിക്യൂഷൻ വാദമുന്നയിച്ചു. പ്രതിയുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാലും കേസന്വേഷണവുമായി സഹകരിക്കാത്തതാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതോടെയാണ് കർശന ഉപാധികളോടെ 7 ദിവസം മാത്രം വിദേശയാത്രയ്ക്ക് കോടതി അനുമതി നൽകിയത്. 2014 സെപ്റ്റംബർ 1-നാണ് കണ്ണൂരിലെ RSS ജില്ലാ ശാരീരിക ശിക്ഷൻ പ്രമുഖായിരുന്ന കതിരൂർ മനോജിനെ CPM അക്രമി സംഘം ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P. ജയരാജന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് മനോജിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. മനോജിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിൽ ജയരാജനെതിരെ CBIക്ക് തെളിവ് ലഭിച്ചിരുന്നു. CBI അറസ്റ്റുണ്ടാകുന്നതിന് മുമ്പാണ് ജയരാജൻ കോടതിയിൽ കീഴടങ്ങിയത്. കേസിൽ UAPA അടക്കമുള്ള വകുപ്പുകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തള്ളുകയും സാക്ഷിവിസ്താരവുമായി മുന്നോട്ടു പോകാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ജനം, കൊച്ചി.